41-ാമത്തെ സങ്കീർത്തനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കഷ്ടതയുടെ നാളിൽ രക്ഷിക്കുന്ന കർത്താവ്. 13 തിരുവചനങ്ങൾ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചവൻ്റെ ഒരു നന്ദി പ്രകാശനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ കാണാം. രോഗത്തിൽ കഴിഞ്ഞപ്പോഴും താൻ പാപിയായിരുന്നില്ലെന്നാണ് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ തൻ്റെ രോഗാവസ്ഥ ദൈവ സാന്നിധ്യ ബോധം തന്നിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്ന കാലമല്ലായിരുന്നു എന്നും സങ്കീർത്തകൻ തുറന്നു പറയുകയാണ്. രോഗാവസ്ഥയിൽ അവൻ കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെല്ലാവരും അവൻ്റെ ശത്രുക്കളായിട്ട് അവന് തോന്നി. ദൈവം മാത്രമായിരുന്നു അവൻ്റെ യഥാർത്ഥ സുഹൃത്ത്. രോഗങ്ങൾ സ്വന്തം തിന്മയുടെ ഫലമല്ല എന്നും ദുഃഖദുരിതങ്ങളുടെ നാളുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടുന്നതെന്നും സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സൗഖ്യപ്പെടുത്തണം. അങ്ങയുടെ തിരുരക്തത്തിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലങ്ങൾ ഞങ്ങൾക്ക് പ്രത്യാശയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കണം. വേദനയിലും സന്തോഷമായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണം. ഞങ്ങളുടെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഉണർത്തണം കർത്താവേ. എല്ലാവരും വിട്ടുമാറുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണം എന്ന് ഇന്ന് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.